രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ച്ഡാണ്. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിലും യു നീഡ്സ് മേഴ്സി. ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരുന്നത്. ഇപ്പം ചില ആൾക്കാർ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ. ഈ ഫിസിക്കൽ പോസ്റ്ററിന്, ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് മുട്ട നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ? നിങ്ങളുടെ മകന് അത്രയും പേര് അസുഖമൊന്നുമില്ല, പനിയാ വല്ലതുമാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ട നിന്ന് പ്രാർത്ഥിക്കും ഇല്ലേ? വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ്.